പോറ്റിയെ കേറ്റി എന്നുള്ള പാട്ട് കേരളമെങ്ങും വൈറലായ ഒരു പാട്ടാണ്, പാരഡിയാണ്. പക്ഷെ ഇപ്പോൾ പോറ്റിയെ ആരാണ് യഥാർത്ഥത്തിൽ ശബരിമലയിൽ കയറ്റിയതെന്നും അയാൾക്ക് രാഷ്ട്രീയത്തിൽ എത്രമാത്രം സ്വാധീനം ഉണ്ടായിരിക്കുന്നുണ്ട് എന്നതും വളരെ വ്യക്തമായ തെളിവുകൾ, ചിത്രങ്ങൾ സഹിതം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നമുക്ക് സോണിയാഗാന്ധിയുടെ കാര്യം തന്നെ എടുക്കാം. സോണിയാഗാന്ധിക്ക് രാജ്യത്തെ ലെവൽ 1 സെക്യൂരിറ്റിയുള്ള കാലത്താണ് ശബരിമല കള്ളനായ ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തിപരമായി 2 തവണ അവരെ കാണുന്നത്. അറിയാമല്ലോ, അവരെ കാണാൻ സാധാരണ പൗരന് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ വരെ അവരെ കാണാൻ കഴിയാതെ മാസങ്ങൾ കാത്തിരിക്കേണ്ടിയും വന്നിട്ടുണ്ട്. കാണാൻ കഴിയാതെ ചിലരൊക്കെ ഈ പാർട്ടി തന്നെ വിട്ടുപോയിട്ടുമുണ്ട്. ഒഡീഷയിലെ ഏറ്റവും സീനിയർ കോൺഗ്രസ് നേതാവായ മുഹമ്മദ് മോക്കിം 3 വർഷമായി അവരെ കാണാൻ അനുമതി ലഭിക്കാത്ത വളരെ ദയനീയമായ ഒരു കഥ പറയുന്നുണ്ട്. ആ വാർത്ത നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ തപ്പിയാൽ കിട്ടും. അങ്ങനെയുള്ള സോണിയാഗാന്ധിയെ വ്യക്തിപരമായി കാണാൻ പ്രയാർ ഗോപാലകൃഷ്ണന്റെയും അടൂർ പ്രകാശിന്റെയും ശബരിമല തന്ത്രിയുടെയും ഒക്കെ വാൽ തൂങ്ങി ശബരിമലയിൽ ലൊട്ടിലൊടുക്ക് പരിപാടികളൊക്കെ ചെയ്ത് നടന്നിരുന്ന ഒരു സാധാ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെയാണ് സാധിച്ചത് എന്നുള്ളത് വളരെ ഒരു ആശ്ചര്യജനകമായ കാര്യം തന്നെയാണ്. എന്തുമാത്രം എഫേർട്ട് എടുത്തിട്ടാവും ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ ഈ വിധം സോണിയാഗാന്ധിയോട് അങ്ങേയറ്റം അടുത്തിടപഴകും വിധം കാണാൻ പോറ്റിക്ക് അവസരം ഒപ്പിച്ചു കൊടുത്തത്. ഇത്ര ബുദ്ധിമുട്ടി കേവലം ഒരു പോറ്റിയെ ഡൽഹിയിലെത്തിക്കാൻ മാത്രം എന്ത് ബന്ധമാണ് ഇവിടുത്തെ സംശയദൃഷ്ടിയിലുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ഈ പോറ്റിയോട് ഉണ്ടായിരുന്നത് എന്നതൊരു വലിയ ചോദ്യം തന്നെയല്ലേ? സാധാരണ ബന്ധം കൊണ്ട് ഇതൊരിക്കലും സാധിക്കില്ല. ഇവരതിന് ശ്രമിക്കുകയുമില്ല. ഇവിടെ തെളിയുന്നത് പോറ്റിയുമായുള്ള ദീർഘകാല അസാധാരണമായ റിലേഷൻ തന്നെയാണെന്നാണ് സംശയിക്കപ്പെടുന്നത്. അതിൽ കഴമ്പുണ്ട് താനും. ഇത്രമാത്രം റിസ്ക് എടുക്കുന്ന വിധം പോറ്റിയുമായി എന്ത് ബന്ധമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്? എങ്ങനെയാണ്, ഏത് സ്വാധീനം ഉപയോഗിച്ചാണ് പോറ്റിയെ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ അടുത്ത് പലവട്ടം കൊണ്ടുപോയി എത്തിക്കുന്നതും? പോറ്റിക്ക് മാത്രമല്ല, അയാളുമായി ദുരൂഹ ഇടപാടുകൾ ഉണ്ടായിരുന്ന ശബരിമലയിലെ ഈ അടിച്ചുകൊണ്ടുപോയ സ്വർണ്ണപ്പാളി വാങ്ങിയ ഗോവർദ്ധനും സോണിയാഗാന്ധിയെക്കാണ് ഇതേ അവസരങ്ങൾ കിട്ടിയെന്ന് തന്നെ വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഈ ചോദ്യത്തിൽ എന്തായാലും ഇത്തരം ഒരുപാട് സംശയങ്ങളുണ്ട്. എന്തായാലും ഇത്തരം സംശയങ്ങൾക്കൊക്കെയുള്ള ഈ ഉത്തരം എന്തു തന്നെ നൽകിയാലും പോറ്റിയെ കേറ്റിയെ എന്ന വരികൾക്ക് സമ്പൂർണമായ മറുപടി ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. കാര്യങ്ങൾ ചിത്രസഹിതം കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാണ്.